കാണാതായ സ്ത്രീകളെ കുറിച്ചുള്ള ദുരൂഹത കൂട്ടുന്നതാണ് ഇപ്പോൾ നൌഷാദിന്റെ വെളിപ്പെടുത്തൽ. ജൂലി എന്ന പുതിയ ഒരാൾ കൂടി ഈ ദുരൂഹതയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ജൂലി എവിടെ എന്നുള്ള ചോദ്യവും ഉയർന്നു വന്നിരിക്കുകയല്ലേ? അപ്പോൾ കാണാതായ അഞ്ചാമത്തെ ആളായി ഈ ജൂലി മാറുകയല്ലേ? എന്തെങ്കിലും നേരത്തെ ഇതേക്കുറിച്ചുള്ള പരാതി വന്നിട്ടുണ്ടായിരുന്നോ പോലീസിന്? ഇപ്പോൾ ഐഷയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ബിന്ദു പത്മനാഭന്റെ കാര്യത്തിലും ജൈനമ്മയുടെ കാര്യത്തിലുമൊക്കെ സിന്ധുവിന്റെ കാര്യത്തിലുമൊക്കെ അങ്ങനെ പരാതികൾ ഉയർന്നു വന്നതാണ്. പക്ഷേ ജൂലി എന്ന ആളുടെ കാര്യത്തിൽ അതിലൊരു പരാതിയും വന്നിരുന്നില്ലേ? മഞ്ജുഷ, ഈ കേസിലെ മറ്റൊരു നിർണായകമായ വഴിത്തിരിവാണ് ജൂലി എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട നിഗൂഢത. അതായത് ഈ നമ്മൾ പള്ളിപ്പുറം തിരോധാന കേസുമായി, അതായത് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിലൊന്നും തന്നെ റോസമ്മയെ കാണുമ്പോൾ എപ്പോഴും റോസമ്മ നമ്മളോട് വിവരിച്ചിരുന്നത് താൻ ആ വീട്ടിൽ വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് റോസമ്മയുടെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നൌഷാദ് എന്ന വ്യക്തി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ജൂലി എന്നൊരു സ്ത്രീ കൂടി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജൂലിയും മകനും കുറെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഒരു ആളുകളുമായി ഒരു കോണ്ടാക്ട് ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ജൂലി അവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ റോസമ്മ കാരണം ഈ നൌഷാദ് എന്ന് പറഞ്ഞ വ്യക്തി പല കാര്യങ്ങൾക്കുമായി, അതായത് അവിടെ പൊതുപ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് ഈ റോസമ്മയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുള്ള ആളാണ് ഈ നൌഷാദ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വീട്ടിൽ സ്ഥിരമായി പോവുകയും ഐഷയും ഒക്കെയായി വലിയ ബന്ധം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഈ വെളിപ്പെടുത്തൽ നമ്മളോട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നൌഷാദ് പോലും പറയുന്നത് വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ജൂലി എന്ന സ്ത്രീ ആ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ജൂലി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു എന്നുള്ള സ്ഥിരീകരണവും നൌഷാദിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ നൌഷാദ് ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഈ ഐഷ ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ അതിനോടൊപ്പം തന്നെ വരുന്ന റോസമ്മ, ഈ മൂന്ന് പേരുകളിലേക്ക് ജൂലി എന്നൊരു പേര് കൂടി ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ജൂലി എവിടെയായിരുന്നു, അല്ലെങ്കിൽ ജൂലിയുടെ ഒരു പശ്ചാത്തലം എന്താണ്, ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ ദുരൂഹത നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ജൂലി കാസർഗോഡേക്ക് പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റോസമ്മ ആളുകളോട് വ്യക്തമാക്കി. ഇടയ്ക്ക് എപ്പോഴോ ഒരു കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജൂലി എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദാംശം ആർക്കും കൃത്യമായി ഇല്ല എന്നുള്ളതാണ്. റോസമ്മ ആദ്യഘട്ടത്തിൽ ഈ ജൂലി എന്ന് പറയുന്ന സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഇവര് പുറത്തേക്ക്, അതായത് ആ വീടിന് പുറത്തേക്ക് ആരുമായും ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകാനായി പുറത്തിറങ്ങും. കുട്ടി ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. പക്ഷെ കുട്ടിയെ കാറ്റലിസം ക്ലാസ്സിന് പോലും വിട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഒരു 8ാം ക്ലാസ്സിലോ 9ിലോ ഒന്നാണ് അവർ പറയുന്നത്. ആ പ്രായത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആൺകുട്ടിയായിരുന്നു. സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടി അകത്താണ്, പുറത്തേക്ക് പോലും ഇറക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീടുമായി ഏറ്റവും അടുത്ത് സഹകരിച്ചിരുന്ന നൌഷാദ് നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. ഒറ്റ തവണ മാത്രമാണ് ജൂലിയോട് സംസാരിക്കാനായത്. ആ സമയത്ത് കുട്ടിയെ പരിചയപ്പെടുത്തി. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരാളെ പോലെ തനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ഈ റോസമ്മയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മാനസിക നിലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു അവതരണമാണ് റോസമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നീട് ജൂലിയെ കാണാത്തതിന് ശേഷം ജൂലി എവിടെ എന്നുള്ള ചോദ്യം അവർ ഉന്നയിച്ച ഘട്ടത്തിൽ ഈ നൌഷാദ് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പറഞ്ഞത് തന്റെ സ്വത്തുക്കൾ ജൂലി അടിച്ചു മാറ്റാനായി ശ്രമിച്ചു, അതിന്റെ ഭാഗമായി താൻ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത്. എന്നാൽ മറ്റ് ചില ആളുകളോട് റോസമ്മ വ്യക്തമാക്കിയത് തന്റെ ഇലക്ട്രിക് സ്കൂട്ടർ മോഷ്ടിക്കാനുള്ള ശ്രമം ജൂലിയുടെ മകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി, അതിന്റെ ഭാഗമായി ജൂലിയെ ഒഴിവാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി. അങ്ങനെ പല രീതിയിലുള്ള മറുപടികൾ പലരോട് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല ഐഷ, റോസമ്മ, സെബാസ്റ്റ്യൻ ഇവരുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പരിശോധന നടത്തിയതിനു ശേഷം റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? റോസമ്മ അന്ന് നൽകിയ മൊഴികൾ, അതിലെ വൈരുദ്ധ്യം അത് പരിശോധിച്ച് വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ടോ? മഞ്ജുഷ, ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് നമ്മൾ പുറത്തു കൊണ്ടുവന്ന 2 കാര്യങ്ങൾ. അതായത് ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ റോസമ്മ എന്ന സ്ത്രീയെയും അവരുടെ ദുരൂഹതകളും അവർ പറഞ്ഞ ഐഷയെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയതാകാം എന്ന് പറഞ്ഞ നിർണായക വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മൾ സിന്ധു എന്ന തിരുവഴ സ്വദേശിയുടെ വിവരം പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തായാലും അൺഡിറ്റക്റ്റഡ് എന്ന് എഴുതിത്തള്ളിയ, ചേർത്തലയും അർത്തുങ്കൽ പോലീസും എഴുതിത്തള്ളിയ 2 കേസുകളും റീഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. അതിനുവേണ്ടിയുള്ള
നടപടിക്രമങ്ങൾ കോടതിയിൽ ഈ അന്വേഷണ സംഘങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. റോസമ്മ പോലീസിന്റെ സംശയനിഴലിൽ തന്നെയുള്ള ആളാണ്. റോസമ്മയെ ചോദ്യം ചെയ്യലടക്കമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ചേർത്തല പോലീസ് കടക്കും എന്നുള്ള വിശദാംശം തന്നെയാണ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ മൊഴികളിലെ വൈരുദ്ധ്യം, അത് റോസമ്മ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളോട് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത് യാതൊരുവിധ ബന്ധവും സെബാസ്റ്റ്യനുമായി ഐഷ തിരോധാനത്തിന് ശേഷം ഇല്ല എന്ന് വ്യക്തമാക്കിയ റോസമ്മ പിന്നീട് അത് അങ്ങനെയല്ല എന്ന് അവർ നമ്മളോട് പറയുന്നു. ഈ ഐഷയുടെ തിരോധാനത്തിന് ശേഷം പിന്നീട് 2017 വരെ തനിക്ക് വിവാഹാലോചനയുമായി സെബാസ്റ്റ്യൻ എത്തിയിരുന്നു എന്നുള്ള വിവരം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ അങ്ങനെയല്ല, 2023 വരെ തുടർച്ചയായി ബന്ധമുണ്ടായിരുന്നു എന്ന് നൌഷാദ് നമ്മളോട് സ്ഥിരീകരിക്കുകയാണ്. അതിൽ റോസമ്മയുടെ വീടിനോട് ചേർന്നുള്ള സെപ്റ്റി ടാങ്കുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തെക്കുറിച്ചും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു സെപ്റ്റി ടാങ്ക് താൻ നിർമ്മിച്ചു നൽകിയിരുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള വിചിത്രമായ മറുപടിയാണ് തന്നോട് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഇതാണ് ശരണ്യ സ്നേഹത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. ജൂലി എവിടെ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. റോസമ്മയെ പുറത്തു കൊണ്ടുവന്നതും ന്യൂസ് 18 ആണ്. പക്ഷേ റോസമ്മ അന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും ഇപ്പോൾ വൈരുദ്ധ്യമാണ് ഉള്ളത്. അന്ന് സെബാസ്റ്റ്യനെതിരെയായിരുന്നു റോസമ്മ സംസാരിച്ചത്. പക്ഷേ സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അതുമാത്രമല്ല, പല തിരോധാനത്തിലും ഐഷ തിരോധാനത്തിൽ റോസമ്മയുടെ അറിവുണ്ടായിരുന്നു എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഇപ്പോൾ നൌഷാദ് എന്നയാൾ പറയുന്നത് റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്നാണ്. അതുമാത്രമല്ല, ജൂലി എന്ന സ്ത്രീയെ കൂടി കാണാതായിട്ടുണ്ട്. ജൂലി എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോൾ നൌഷാദ് ഉന്നയിച്ചിരുന്നു. ഇത് ന്യൂസ് 18 ഉന്നയിക്കുകയാണ്. ജൂലി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ 5ാമത്തെ ഒരു കഥാപാത്രം കൂടി ഈ ദുരൂഹതയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ശരണ്യ സ്നേഹത്തിനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.